ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പാർട്ട്ണർഷിപ്പ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു 8 മാർക്കിൻ്റെ ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ് ഇന്ന് ചെയ്യാൻ പറ്റുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ, ബി ആൻഡ് സി, 3 പേരാണ് പാർട്ട്നേഴ്സ്, എ, ബി ആൻഡ് സി. ആസ് ഓൺ 31 മാർച്ച് 2008 ഈസ് ഗിവൺ ബിലോ. ബാലൻസ് ഷീറ്റിനുള്ളിൽ ബിൽസ് പേയബിൾ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, റീറ്റേൺഡ് ഏണിങ്സ്. റീറ്റേൺഡ് ഏണിങ്സ് എന്ന് പറഞ്ഞാൽ അത് റിസർവ് ആണ്. റിസർവിൻ്റെ മറ്റൊരു പേരാണ് റീറ്റേൺഡ് ഏണിങ്സ്, റിസർവ്. ഈ പാർട്ട്ണർമാർക്ക് ഓൾഡ് റേഷ്യയിൽ വിധിച്ചു കൊടുക്കണം. ഇനി ക്യാപിറ്റൽ എ 1,20,000, ബി 75,000, സി 60,000. ഇനി അസറ്റ് സൈഡിലോട്ട് പോകാം. അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക് 39,250, ബിൽസ് റിസീവബിൾ 67,400, ഡെപ്റ്റേഴ്സ് 53,400, 16,200 സ്റ്റോക്ക്, ഓഫീസ് മെഷീനറിയും പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഉണ്ട്. ടോട്ടൽ 3,25,000. ഇനി ദ പാർട്ട്നേഴ്സ് ഹാവ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 3:2:1. ഇതാണ് ഓൾഡ് റേഷ്യോ. എ ആണ് മരിക്കുന്നത്, എ ഡൈഡ് ഓൺ 1st April, അതായത് അക്കൗണ്ട് ക്ലോസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം 2008. ആൻഡ് ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ടു ബി മെയ്ഡ് ഇൻ ദ ബുക്സ്. 1. എ സപ്ലയർ ഓഫ് ₹14,000, 14,000 ഉണ്ടായിരുന്നു സപ്ലയർ. അയാൾക്ക് ഒക്കെ 20,000 രൂപ കൊടുത്തൊരു സപ്ലയർക്ക്, അതായത് ക്രെഡിറ്റേഴ്സ് 20,000 പേ ഓഫ് ചെയ്തു. 14,000 ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ 6,000 കൂടുതൽ കൊടുത്തു. അപ്പം ലയബിലിറ്റി ഇൻക്രീസ് ആണ്. അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ അത് കാണിക്കണം. ലയബിലിറ്റി ഇൻക്രീസ് ഡെബിറ്റ് ചെയ്യണം. ഇനി സാലറി 7,000 ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഇതും ലയബിലിറ്റി ഇൻക്രീസ് ആണ്, അത് ഡെബിറ്റ് ചെയ്യുക. പിന്നെ ക്രെഡിറ്റേഴ്സ് ₹4,000 വിൽ നോട്ട് ബി ക്ലെയിംഡ്. ഇതുകൊണ്ട് ലയബിലിറ്റി ഡിക്രീസ്ഡ് ആണ്. ലയബിലിറ്റി ഡിക്രീസ്ഡ് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് വരുന്നത്. ഇനി ബാഡ് അറ്റ് എമൗണ്ട് ₹3,000, ഇത് എക്സ്പെൻസ് ഇൻക്രീസ് ആണ്, അത് റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ദ എൻ്റയർ ക്യാപിറ്റൽ ഓഫ് ദ ഫേമസ് 1,50,000, ഇവരുടെ പുതിയ ക്യാപിറ്റൽ 1,50,000 ആണ്. അത് ബിയും സിയും അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, അതായത് 3:2:1 എന്നുള്ളതിൽ 3 പോയി, ബാക്കി 2:1 ആണ് ന്യൂ പ്രോഫിറ്റ്, അതിൽ വിധിക്കണം. ഇനി 40,000 ഈസ് പെയ്ഡ് ടു എ, അപ്പം തന്നെ 40,000 കൊടുക്കുന്നു. അതെങ്ങനെയാണെന്നറിയാം, ഒരു ലോൺ എടുക്കുന്നു ബാങ്കിൽ നിന്ന്, എന്നിട്ടാണ് കൊടുക്കുന്നത്. ബാക്കി എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റേഴ്സ് 20,000 ഉണ്ടായിരുന്നത് 14,000 പോയിട്ട് ബാക്കി 6,000 ആണ് അവിടെ സെറ്റിൽ ചെയ്യേണ്ടത്. ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി നമുക്ക് തന്നിട്ടുണ്ട്, ബാഡറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇവിടെ 16,000 വരും. ലോസ് ആണ്. ഈ ലോസ് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 3:2:1 എന്നുള്ള പ്രൊപ്പോർഷനെ വീതിക്കുക. 6,000, 4,000, 2,000 വെച്ച് 12,000 റീവാലുവേഷൻ്റെ ലോസ് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ആ റീവാലുവേഷൻ്റെ ലോസ് ഇവിടേക്ക് 6,000, റീവാലുവേഷൻ ലോസ് 6,000, 4,000, 2,000 റീവാലുവേഷൻ ലോസ്. ഇനി ഇത് 40,000 ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കൊടുക്കുന്നത്, അയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട് 1,50,000 ഇവിടെ ക്യാപിറ്റൽ ഫിക്സ് ചെയ്തിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. അതിൽ 2:1, അതായത് 2/3 1/3, 2/3 1/3 ആയിട്ടാണ് ഇവിടെ ക്യാപിറ്റൽ എടുക്കേണ്ടത്. അപ്പോൾ 1,50,000 വേണം ഇവരുടെ ബാലൻസ് വരാൻ. ഞാൻ എൻ്റെ കാൽക്കുലേഷൻ താഴെ കാണിച്ചിട്ടുണ്ട്. ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് ഇത്രയും. ഇനി അപ്പോൾ ഇയാൾക്ക് ക്യാഷ് കൊണ്ടുപോകാം. 1,170, 11,170 ഇയാൾക്ക് ക്യാഷ് കൊണ്ടുപോകാം. ഇയാൾ ക്യാഷ് കൊണ്ടുവരണം. ആരാ? ഈ ബി ക്യാഷ് കൊണ്ടുവരണം. 22,670 ബി ക്യാഷ് കൊണ്ടുവരണം. എന്നാലേ ബിക്ക് 1 lakh ഇവിടെ വരത്തുള്ളൂ. അങ്ങനെ അവിടെ ക്യാപിറ്റൽ ബാലൻസ്. ഇനി ബാങ്ക് ലോൺ എടുത്താണ്, ഇത് 40,000 ലോൺ എടുത്താണ് ഇയാൾക്ക് റൈറ്റപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാങ്ക് ലോൺ ബാലൻസ് ഷീറ്റിൽ വരും, പുതിയ ബാലൻസ് ഷീറ്റിൽ. ഇനി ബാങ്ക് അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ബാങ്കിൻ്റെ ബാലൻസ് 39,250 ആണ്. ബി ഇത്രയും കൊണ്ടിരുന്നു, സിക്ക് ഇത്രയും കൊടുത്തു വിടുന്നു. ഇനി സപ്ലയർക്ക് 20,000 രൂപ കൊടുത്തെന്നാണ് പറയുന്നത്. ആ സപ്ലയർക്ക് കൊടുത്ത് 20,000 രൂപ ഇവിടെ കാണിക്കണം. ഇനി ക്യാഷിൻ്റെ ബാലൻസ് 30,750. അങ്ങനെ ടോട്ടൽ ക്യാഷ് 61,920. ഇനി
ബാങ്ക് ലോൺ 40,000 ക്രെഡിറ്റ് ആയ ലൈബിലിറ്റി ആയിട്ട് വരും. ഇനി ക്രെഡിറ്റേഴ്സ് ശ്രദ്ധിക്കുക, 32,000 ആണ്. അതിൽ നിന്ന് 4,000 ക്ലെയിം ചെയ്യേണ്ടാത്ത കുറയ്ക്കുക, ലൈബിലിറ്റി കുറഞ്ഞു പോയി 28,000. ബാക്കി 14,000 കൊടുക്കാനുള്ളതാണ് 20,000 കൊടുത്തത്. ആ 14,000 ഇവിടെ ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു, ലൈബിലിറ്റി ആവാൻ ബാക്കി ക്രെഡിറ്റേഴ്സ് 14,000 ഉള്ളൂ. ഇനി സാലറി ഔട്ട്സ്റ്റാൻഡിങ് 7,000 ലൈബിലിറ്റി, ബിൽസ് പേയബിൾ എല്ലാം ബാലൻസ് ഷീറ്റിൽ കിടപ്പുണ്ട്. പിന്നെ പാർട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് വേണം എഴുതാൻ. ഇനി ബാങ്ക് ബാലൻസ് 30,750 ആണ് ബാങ്ക് ബാലൻസ്. ബിൽ റിസീവബിൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് 3,000 മൈനസ് ചെയ്യണം, ബാക്കി 50,400. സ്റ്റോക്ക് ബാക്കി ഒന്നും മാറ്റമില്ല. അങ്ങനെ 3,13,700. ഇത് ഒരു വർഷം പരീക്ഷയ്ക്ക് വന്നതാണ്. 2015 പരീക്ഷയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ജൂണിൽ ഇത് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ വരാം. ഇനി ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ ഇത് 1,50,000 ആണ് ക്യാപിറ്റൽ. അത് ഓൾഡ് റേഷ്യോ, ഇത് ന്യൂ റേഷ്യോയിൽ കണ്ടോ 2:1 എന്നുള്ള പ്രൊപ്പോർഷൻ അവർ വീതിക്കും. ഇത് 1,50,000 വരും. ഇനി റീറ്റെയിൻഡ് ഏർണിങ്സ് ഇവിടെ 19,000 ആണ് റിസർവ്. അത് ഓൾഡ് റേഷ്യോയിൽ അവർക്ക് 3 പേർക്കൂടെ വീതിച്ചു കൊടുക്കുക. ഓൾഡ് റേഷ്യോ വീതിക്കുമ്പോൾ 9,498 ആണ്. അത് റൗണ്ട് ചെയ്ത് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് റൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. നോക്കി വീണ്ടും കണ്ടുപഠിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരും. താങ്ക് യു.